ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മാനം എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ ചില പാഠങ്ങൾ പഠിക്കുകയാണ്. മാനം, ബഹുമാനം മുതലായിട്ടുള്ള കാര്യങ്ങൾ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ്. ഒരു മൃഗമാണെങ്കിൽ ആ മൃഗത്തിന് എത്രയേറെ കഷ്ടത സഹിച്ചാലും, ആരെല്ലാം പരിഹസിച്ചാലും, എത്രയേറെ മാനം നഷ്ടപ്പെട്ടാലും അതിന് ആഹാരം കിട്ടുന്നുവെങ്കിൽ, ജീവനെ നിലനിർത്താൻ സാധിക്കുന്നുവെങ്കിൽ അതിനേറ്റവും വലുത് അതുതന്നെയാണ്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറഞ്ഞു, ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള ജീവിതത്തിൽ ആഖായ പ്രദേശങ്ങളിൽ, അവിടുത്തെ ഒരു ദേശമാണ്, ആ ദേശത്ത് പൗലോസിനൊരു കീർത്തിയുണ്ട്. അത് നഷ്ടപ്പെടുന്നതിനേക്കാൾ എനിക്ക് മരിക്കാൻ നല്ലത്. അപ്പോൾ അവിടെ ജീവനേക്കാൾ വലുതായി മാനത്തെ കണക്കൂട്ടുന്ന മനുഷ്യരുമുണ്ട്. അതിപ്പോൾ വിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യരെക്കുറിച്ച് നമുക്കറിയാം. അപമാനം സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്ത ജീവിതങ്ങൾ ധാരാളമുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് മാനം? അത് എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അല്ലെങ്കിൽ അത് എവിടെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ അത് പ്രായോഗികമാകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് അത് ഒരു ജീവിതത്തെ എത്രമാത്രം സ്വാധീനിച്ചിരിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ദൈവവചനത്തെ ആധാരമാക്കി ക്രിസ്തീയ വിശ്വാസികൾ ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ പ്രകാരം പഠിക്കുന്നു, എല്ലാവരെക്കാളും മാനിക്കപ്പെടാൻ യോഗ്യൻ ദൈവം തന്നെയാണ്. സകല മാനവും മഹത്വവും ദൈവത്തിനാണ് കൊടുക്കേണ്ടത്. ഇങ്ങനെ അവർ പഠിക്കുക. അപ്പോൾ ശരി, ദൈവത്തെ ബഹുമാനിക്കണം. എന്താണ് ദൈവം അത് ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം? നമ്മൾ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട്. ആ മനുഷ്യരെ എല്ലാവരും ബഹുമാനിക്കാൻ വേണ്ടിയിട്ട് ആ മനുഷ്യർ എന്തും ചെയ്യും. തങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മുടക്കി ദേശത്തിന് നന്മ വരുന്ന കാര്യങ്ങൾ ചെയ്യും. അതുപോലെ ഏറ്റവും കഷ്ടതയിലിരിക്കുന്നവരെ സഹായിക്കും. ദരിദ്രരെയും അശരണരെയൊക്കെയും സഹായിക്കും. എന്നാൽ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം അവർക്ക് അതിൻ്റെ പുകഴ്ച തിരിച്ചു കിട്ടിയില്ല എങ്കിൽ അവരത് ദുഃഖത്തിൽ അവസാനിച്ച ഒരു പ്രവൃത്തിയായിട്ട് കണക്കുകൂട്ടുകയാണ്. ഈ ഒരാൾ എന്തെങ്കിലും സഹായം ചെയ്തതിന് ശേഷം ആ സഹായത്തിന് അദ്ദേഹത്തെ മാനിച്ച ഒരനുഭവം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് കിട്ടി? അത് എത്രമാത്രം ബാലിശമായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് എന്നൊക്കെ പുറമേ നമ്മൾ ചിന്തിക്കും. പക്ഷേ നമ്മൾ ഇതെല്ലാം വിട്ടതിന് ശേഷം വിശ്വാസികളുടെ പഠനം ചെന്നെത്തി നിൽക്കുന്നത് സകലത്തിൻ്റെയും ഉടയവനായ ദൈവത്തിലാണ്. ആ ദൈവം പറയുകയാണ്, ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല. ദൈവത്തിനുള്ള ബഹുമാനം ദൈവത്തിന് തന്നെ കിട്ടണം. ദൈവത്തിനുള്ള സ്തുതി ദൈവത്തിന് തന്നെ ലഭിക്കണം. ദൈവത്തിനുള്ള അംഗീകാരം ദൈവത്തിന് തന്നെ ലഭിക്കണം. ഇത് ചെറിയ ആളൊന്നുമല്ല ആഗ്രഹിക്കുന്നത്, സകലത്തിൻ്റെയും ഉടയവനായ ദൈവമാണ് ആഗ്രഹിക്കുന്നത്. അവിടെയാണ് ഈ കാര്യം എന്തോ നമ്മൾ ഉദ്ദേശിക്കുന്നതിലും നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറം ചില പൊരുളുകൾ ഇതിനകത്തുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നു. ഇത് നമ്മൾ വചനത്തിൽ കൂടി പഠിക്കുമ്പോൾ, എന്നാൽ ദൈവത്തെ സ്തുതിക്കാമെന്ന് വയ്ക്കാം. ഈ ലോകത്തിലുള്ള മനുഷ്യർ മുഴുവനും അവർക്ക് എന്തെങ്കിലും നാളെ നിങ്ങൾ സ്തുതിക്കുന്നവർക്ക് നാളെ വൈകുന്നേരം വരെയും സ്തുതിക്കുകയാണെങ്കിൽ
നിങ്ങൾക്ക് നാളെ മഴ ലഭിക്കും. അല്ലെങ്കിൽ വൈകുന്നേരം വരെയും നിങ്ങൾ സ്തുതിക്കാതിരുന്നാൽ നാളെ മഴ ലഭിക്കില്ല. അല്ലെങ്കിൽ ഈ മാസം മഴ ലഭിക്കില്ല. അല്ലെങ്കിൽ ഈ വർഷത്തെ കൃഷി മുഴുവനും പാഴായി പോകും ദൈവത്തെ സ്തുതിച്ചില്ലെങ്കിൽ. ഇങ്ങനെയുള്ള നിബന്ധനകൾ വെച്ചാൽ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ സ്തുതി കൊണ്ട് ഭൂമി മുഴുവൻ നിറയും. അപ്പോൾ ദൈവം സ്തുതിയും മഹത്വവും മാനവും ആഗ്രഹിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ഇത് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഏത്? ലോകം മുഴുവനും ഏതെങ്കിലും നിബന്ധനയിൽ അവർക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാകത്തക്കവണ്ണം അല്ലെങ്കിൽ കൂലിക്ക് ചെയ്യിക്കാൻ നമ്മൾ ചില ആ, കക്ഷികൾക്കൊക്കെ ചില പാർട്ടികൾക്കൊക്കെ ചിലർ കൂലിക്ക് പോകാറുണ്ട്. അവർ നേതാക്കന്മാരെയും ആ പാർട്ടിയെയും ഉച്ചത്തിൽ സ്തുതിക്കും, കീർത്തിക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതവർ കിട്ടുന്ന പൈസയാണ്. പാർട്ടിക്ക് അങ്ങനെ ഒരു യോഗ്യതയോ അങ്ങനെ ഒരു പ്രവർത്തനമോ അങ്ങനെ ഒരു അംഗീകാരമോ ഉണ്ടായിട്ടല്ല. പിന്നെയോ അവർക്ക് വൈകുന്നേരം ആകുമ്പോൾ ഇത്രയും നേരം പ്രവർത്തിച്ചാൽ അതിൻ്റെ കൂലി കിട്ടും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം കൂലിയാണ്. ഇതുപോലെ ദൈവം ആഗ്രഹിക്കുന്നില്ല. പിന്നെ ദൈവം ആഗ്രഹിക്കുന്നത് സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. ഉചിതമായതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ അത് നേരുള്ളവനായിരിക്കണം. അപ്പോൾ സ്തുതി കിട്ടണമെന്ന് പറയുന്നവൻ തന്നെ ഇപ്രകാരം പറയുന്നുണ്ട്: സ്തുതിക്കുന്നവൻ നേരുള്ളവനായിരിക്കണം. രണ്ടാമത്, ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തരും വിട്ടുകൊടുക്കില്ല. അത് മഹത്വം എന്ന് പറയുമ്പോൾ, ദൈവത്തിന് മഹത്വം കൊടുക്കണം എന്ന് പറയുമ്പോൾ അവൻ്റെ മഹത്വ പ്രവൃത്തിയെ കണ്ടവനായിരിക്കണം. അവരുടെ പ്രവൃത്തിയെ മഹത്വപ്പെടുത്തിയെന്ന്. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ മഹത്വപ്പെടുത്താൻ ഓർത്തുകൊള്ളുക. ദൈവം ചെയ്ത പ്രവൃത്തിയെ അനുഭവിച്ചവനായിരിക്കണം. മൂന്നാമത്തത്, ഇടവിടാതെ സ്തോത്രം പറയുന്നവനായിരിക്കണം. ഇടവിടാതെ സ്തോത്രം പറയണമെങ്കിൽ എന്ത് വേണം? സ്തോത്രം എന്ന് പറയുന്നതിന് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഒരു സ്തോത്രത്തിന് ഒരു ഓർമ്മയുണ്ടായിരിക്കണം. ഓർമ്മയില്ലാത്ത സ്തോത്രം വേണ്ട. ഓർമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേദപുസ്തകം പറയുന്നത് ജ്ഞാപകം എന്നാണ്. ജ്ഞാപകം, മെമ്മോറിയൽ. ഒരു സ്തോത്രം പറയുന്നുണ്ടെങ്കിൽ നീ എന്തിനപ്പാ സ്തോത്രം പറഞ്ഞെന്ന് ചോദിച്ചാൽ, ദൈവഭക്തനോട് ചോദിച്ചു, നീ എന്തിനിപ്പോൾ ആ സ്തോത്രം പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും സംശയമില്ലാതെ അപ്പോൾ തന്നെ അവന് പറയാനുണ്ട്: ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കാര്യത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഞാൻ അങ്ങേയറ്റം ഖേദിക്കപ്പെട്ട് വളരെ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ എന്നോട് ദൈവം കരുണ കാണിച്ചു. ആ കരുണ, അതിൻ്റെ ഓർമ്മ നിമിത്തമാണ് ഞാൻ ആ സ്തോത്രം പറഞ്ഞത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് വെറുതെ ഈ ലോകത്തിൽ നിസ്സാരന്മാരായ മനുഷ്യർ, വെറും മനുഷ്യരുടെ പുകഴ്ച, നാല് ഒരു അങ്ങാടിയിൽ വന്ദനവും പള്ളിയിൽ മുഖ്യാസനവും എന്ന് പറയുന്നത് പോലെ മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടാൻ നടക്കുന്ന പുറമേയുള്ള പ്രശസ്തിക്കുള്ള മനുഷ്യരുണ്ട്. അവരുടെ പോലെയല്ല ദൈവം. ദൈവം മഹത്വവും മാനവും സ്തുതിയും സ്തോത്രവും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വ്യക്തമായി അത് പുറപ്പെട്ടു വരുന്ന ഉറവിടം അത് ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ളതായിരിക്കണം. സ്തുതിക്കുന്നതാണെങ്കിൽ നേരുള്ളവനായിരിക്കണം. മഹത്വപ്പെടുത്തണമെങ്കിൽ അനുഭവമുള്ളവനായിരിക്കണം. സ്തോത്രം പറയണമെങ്കിൽ അവൻ ചെയ്ത ഉപകാരത്തെക്കുറിച്ചുള്ള ഓർമ്മയിൽ നിന്നായിരിക്കണം. ഇതില്ലാത്തവൻ പറയണ്ട. ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഉറവിടം എവിടെ നിൽക്കുന്നു? ഇപ്പോൾ സ്തോത്രം പറയുന്നതിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് ഓർമ്മയാണെന്ന് പറയും. ഈ ഓർമ്മ എവിടെ നിന്ന് വരുന്നു? ഓർമ്മ എന്ന് പറയുന്നത് ദൈവം ചെയ്ത ദയയിൽ നിന്നാണ്, കരുണയിൽ നിന്നാണ്. കരുണ എവിടെ നിന്ന് വരുന്നു? കർത്താവിന് സ്തോത്രം. ദൈവത്തെ അറിയുന്നവർക്ക്
ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് ദൈവം ചെയ്യുന്നതാണ് കരുണയും കൃപയും. അപ്പൊ ദൈവം ഒരാളെ വിളിച്ചാൽ ആ വിളിക്കപ്പെടുന്ന വ്യക്തിക്ക് ദൈവം ഒരിക്കലും പ്രതീക്ഷിക്കാൻ സാധിക്കാത്ത ഒരു ഉപകാരം ചെയ്യും. ഈ ഉപകാരം അവൻ ഏറ്റുവാങ്ങിക്കൊണ്ട്, ആദ്യം നമ്മൾ പറഞ്ഞല്ലോ, ഒരിക്കലും അവന്റെ ജീവിതത്തിൽ ഇന്നുവരെ ആരും ചെയ്യാത്ത ഉപകാരം. ഉദാഹരണമായിട്ട് നയമാൻ എന്ന് പറയുന്ന വ്യക്തിയെ തന്നെ എടുക്കാം. ഇന്നത്തെ സിറിയ, ആ സിറിയയുടെ 2500 വർഷങ്ങൾക്ക് മുമ്പുള്ള പേരാണ് അരാം. മുൻപ് അല്ലെങ്കിൽ അത് അരാം എന്ന് ആണ് അറിയപ്പെട്ടിരുന്നത്. ഈ രാജ്യത്ത് സിറിയയിലെ രാജാവിന്റെ സർവ്വ സൈന്യാധിപനാണ് നയമാൻ. നയമാൻ പരാക്രമശാലിയാണ്. ഏത് യുദ്ധത്തിന് പോയാലും നയമാൻ ജയിച്ചേ മടങ്ങും. ജയം കണ്ടിട്ടല്ലാതെ അവൻ മടങ്ങൂല. മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ ദൈവത്തിന്റെ പൈതലാ. അത് നമുക്ക് പിന്നീട് ചിന്തിക്കാം. അവൻ ദൈവം കണ്ടിട്ടുള്ളവനാ. എവിടെ ചെന്നാലും ജയം കണ്ടിട്ടില്ലാതെ നയമാൻ മടങ്ങൂല. രാജാവ് പോലും ബഹുമാനിക്കും. കാരണം താൻ രാജപദവിയിൽ ഇരിക്കുന്നുവെങ്കിലും ഒരു യുദ്ധത്തിന് പോയി യുദ്ധം ജയിച്ചു വന്ന് ശത്രുക്കളെ ഒടുക്കി കളയാനുള്ള കെൽപ്പൊന്നും രാജാവിനില്ല. രാജാവിന് ഈ കാര്യങ്ങള് ഒരതിശയമാണ്. അപ്പൊ അതുകൊണ്ട് നയമാൻ എന്ന് പറയുന്ന ആ രാജ്യത്ത് ഏകദേശം രാജാവ് കഴിഞ്ഞ അടുത്ത ആളാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നയമാൻ ഒരു വിഷയമുണ്ട്, ഒരു പ്രശ്നമുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നയമാൻ കുഷ്ഠരോഗിയാണ്. കുഷ്ഠരോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ഈ ഈ അസുഖമുള്ളവരെ നമുക്ക് ഇവിടെ കാണാനില്ല. കൂടി വന്നു കഴിഞ്ഞാൽ ഇപ്പൊ അവിടെ ഹോസ്പിറ്റലിൽ, കുഷ്ഠരോഗ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ പഴയ രോഗികൾ ആരെങ്കിലും കാണാം. അല്ലാതെ ആരെയും കാണാൻ പറ്റില്ല. പണ്ട് അങ്ങനെയല്ല. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക പഴുത്തും ദ്രവിച്ചും അറ്റുപോയ കൈയുള്ളവര്, കാലുള്ളവര്, മൂക്കുള്ളവര്, ഇത് ഇങ്ങനെ ശരീരം മുഴുവൻ ദ്രവിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലുള്ള കുഷ്ഠരോഗികളെ നമ്മൾ എവിടെയും കാണാം. ഇന്നിപ്പോ കുഷ്ഠരോഗ നിർമ്മാർജ്ജനം എന്നുള്ള ഒരു പദ്ധതി തന്നെ വന്ന് സർക്കാർ അതിലേക്ക് ശ്രദ്ധ വെച്ച് ജനം മുഴുവൻ അതിലേക്ക് സഹകരിച്ചു. ഈ രോഗത്തെ ഭൂമിയിൽ നിന്ന് നീക്കിക്കളയണം എന്ന് എല്ലാവരും കൂടെ വരുമാനപ്പെട്ടതിന്റെ ഫലമാണ് ഇന്ന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്. പണ്ട് അങ്ങനെയല്ല. പണ്ട് ഒരു 40 വർഷം 50 വർഷം മുമ്പുള്ള കാലങ്ങളിൽ ചെറുതായിട്ടും ആളുകൾക്ക് ഒരു 100 വർഷം മുമ്പൊക്കെ സാധാരണമാണ് ഇത് കാണാം. അത്രമാത്രം അന്നത്തെ കാലത്ത് മോശപ്പെട്ട ഒരു കാര്യമാണ് കുഷ്ഠരോഗം. അപ്പോഴും ഈ ആള് സമർത്ഥനാ. യുദ്ധം ചെയ്യാനൊക്കെ പോയി കഴിഞ്ഞാൽ അതുപോലെ സമർത്ഥനാ. പക്ഷേ ഇത് തങ്ങളുടെ ജീവിതത്തിൽ എന്നേക്കുമുള്ളൊരു വേദനയാണ്. ഇതുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജാവ് ഇത്രയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യണു. ഒന്ന് വരുമ്പോ ഒന്ന് ആലിംഗനം ചെയ്ത്, അല്ലെങ്കിൽ തനിക്കുള്ളവര്, തൻ്റെ വേലക്കാര് വരെ, ഒരു സൈന്യാധിപൻ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അവന് വേലക്കാരുണ്ടാവും. ആ വേലക്കാർക്ക് വേലക്കാരുണ്ടാവും. അത്രയും സമ്പന്നനാ. കാരണം ആ സ്ത്രീയിലെ ധനത്തിലെ നല്ലൊരു സമ്പത്തിന്റെ ഉത്തരവാദി ഇയാളാ. ഇങ്ങനെ നിൽക്കുന്ന ആ മനുഷ്യനോട് എല്ലാവരും സന്തോഷത്തോടെ അടുത്ത് വരും. പക്ഷെ കൂട്ടിമുട്ടാൻ നേരത്തൊരു തടസ്സം. എല്ലാവരുടെ ഉള്ളിലുള്ള ഒരു ചിന്താഗതിയാണ്. അവിടെയാണ് നയമാന്റെ ദുഃഖം. ബാക്കിയുള്ള എല്ലാറ്റിനേക്കാളും വലുതാണ്. താൻ സമൂഹത്തിൽ ഒറ്റപ്പെടുക എന്നുള്ളത്, താൻ ഭവനത്തിൽ ഒറ്റപ്പെടുക എന്നുള്ളത്, താൻ ഏത് മാന്യന്മാരുടെ ഇടയിൽ നിന്നും ഒറ്റപ്പെട്ട് മാറുക എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖകരമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന ഒരു പെൺകുട്ടി ഇപ്രകാരം പറഞ്ഞത്. നയമാന്റെ ഭാര്യയോട് പറഞ്ഞു, എൻ്റെ യജമാനൻ ഈ ഇസ്രായേലിലൊരു പ്രവാചകനുണ്ട്, യഹോവയുടെ പ്രവാചകനാണ്, എലീശ എന്ന പേര്. അവിടം വരെ ചെന്നെങ്കിൽ കുഷ്ഠരോഗം സൗഖ്യമാക്കി പോരാമായിരുന്നു. ആവശ്യക്കാരന് കേൾക്കുന്ന വാർത്ത
ആവശ്യമില്ലാതെ കേൾക്കുന്നത് പോലെയല്ല. നയമാന്റെ ഭാര്യ ഉടനെ ഈ കാര്യം കേട്ടു. ഭർത്താവിനോട് പറഞ്ഞു. ഭർത്താവ് ഈ കാര്യം കേട്ടു രാജാവിനോട് പറഞ്ഞു. അപ്പൊ തന്നെ രാജാവ് എഴുത്ത് കൊടുത്തു. ഇസ്രായേൽ രാജ്യത്തേക്ക് ഇസ്രായേൽ രാജാവിന് എഴുത്ത് കൊടുത്തു. ഇവന്റെ കുഷ്ഠരോഗം ഒന്ന് മാറ്റി കൊടുക്കണം. എഴുത്തുമായിട്ട് പോയി. ചില സന്ദർഭങ്ങളെല്ലാം വന്നു. ഒടുവിൽ എലീശാ പ്രവാചകന്റെ അടുത്തെത്തി. എലീശാ പ്രവാചകന്റെ അടുത്തേക്ക് വരുന്ന വഴിക്ക് ഈ നയമാൻ കണ്ട കാഴ്ചകള് വചനത്തിൽ എഴുതിയിട്ടുണ്ട്. പല സ്ഥലത്തെ അന്ന് ഇസ്രായേലിലെ നിയമം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വഴിയിൽ കൂടി ഒരു കുഷ്ഠരോഗി വരുവാ. അപ്പൊ എതിരെ വഴിയിൽ കൂടി ചില മാന്യന്മാര് വരുവാ. അപ്പൊ തന്നെ ഈ കുഷ്ഠരോഗികള് എടുത്ത് പുതപ്പ് കൊണ്ട് മുഖം മൂടണം, വായ മൂടണം, മൂക്കിന് താഴെ വായ് മൂടി പുതച്ചുകൊണ്ട് അശുദ്ധൻ 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 എന്ന് വിളിച്ചു പറയണം. ഇസ്രായേലിലെ നിയമം. ഞാൻ പോന്ന വഴിക്ക് കുഷ്ഠരോഗം ഇപ്പൊ ഒരാളോട് ചോദിക്കും, നയമാൻ നയമാൻ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ ഈ പ്രവാചകന്റെ അടുത്ത് വരും. ഏത് പ്രവാചകൻ? എലീശാ പ്രവാചകന്റെ അടുത്ത്. അവിടെ എന്തിനാ? കുഷ്ഠരോഗം രഹസ്യമായിട്ട് കുഷ്ഠരോഗം സൗഖ്യമാകാനോ? ഇവിടെ ഉള്ള ഇസ്രായേലില് എത്രയോ പേരാണെന്നറിയാവോ കുഷ്ഠരോഗികളായിട്ട് നടക്കുന്നത്? നീ അന്യദേശത്ത് കിടക്കുന്നവൻ. പക്ഷെ അവൻ അതൊന്നും കേട്ടില്ല. കാരണം പറഞ്ഞല്ലോ, ആവശ്യക്കാരന്റെ ആവശ്യക്കാരന്റെ ഹൃദയം എന്ന് പറയുന്നത് ദൈവം മാത്രം അറിയുന്നതാ. എലീശാ പ്രവാചകന്റെ അടുക്കൽ വന്നു. പ്രവാചകൻ യോർദാനിൽ പോയി നീ 7 പ്രാവശ്യം മുങ്ങിയിട്ട് വരാൻ പറഞ്ഞു. 7 പ്രാവശ്യം മുങ്ങി തിരിച്ചു വന്നു. പ്രവാചകന് മുമ്പിൽ നിന്നു. കയ്യിലേക്ക് നോക്കിയപ്പോ ഒരു ബാലന്റെ തൊലി പോലെ മുമ്പുണ്ടായിരുന്ന പഴുപ്പ്, വ്രണങ്ങള്, ദ്രവിച്ച അസ്ഥി ഇതൊന്നും കാണുന്നില്ല. അവൻ വന്നു നിന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, ഇസ്രായേലിലല്ലാതെ ഈ ഭൂമിയിൽ വേറൊരു ഇല്ല എന്ന് ഞാൻ അറിയും. ഇസ്രായേലിന്റെ ദൈവമാണ് സാക്ഷാൽ ദൈവമെന്ന് ഞാൻ അറിയും. ദൈവത്തിന്റെ വചനം നമ്മളിപ്പോൾ ചിന്തിക്കുന്നതറിയാം. ഈ നയമാന്റെ ജീവിതത്തില് വചനം പറയുന്നത് ദൈവം അവനോട് കരുണ കാണിച്ചു. ദൈവം അവനോട് ദയ ചെയ്തു. എങ്ങനെ ചെയ്തു? അവൻ എനിക്ക് തന്റെ ദയ അത്ഭുതമായി കാണിച്ചിരിക്കുന്നു. ദൈവം ചെയ്ത അത്ഭുതമാണ്. അവന്റെ ജീവിതത്തിൽ ഇനി അത് മറന്നു പോകുമോ? പോവില്ല. ഇത് ദൈവം മുൻകണ്ടിട്ടുള്ള മനുഷ്യന്റെ പ്രത്യേകതയാണ്. അവന്റെ ജീവിതത്തിൽ ഒരിക്കലും ഇനി അത് മറന്നു പോകാൻ പാടില്ല, മറന്നു പോവുകയില്ല. കാരണം ഇനി അതിൽ നിന്നായിരിക്കണം അവന്റെ സ്തുതി, അതിൽ നിന്നായിരിക്കണം അവന്റെ സ്തോത്രം, അതിൽ നിന്നായിരിക്കണം അവൻ മഹത്വപ്പെടുത്തുന്നത്, അതിൽ നിന്നായിരിക്കണം അവന്റെ ജീവിതം, അതിൽ നിന്നായിരിക്കണം അവന്റെ ആരാധന. ഇതാ ഈ അന്ത്യകാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ നോക്കുമ്പോൾ ഇവിടെ അടുത്ത് 67 പ്രായപൂർത്തിയായി ജോലിയുള്ള സഹോദരങ്ങൾ കൂടി വരുന്ന ഒരു കമ്പനിയിലെ ജോലിക്കാരുണ്ടായിരുന്നു. 67 പേരാണെന്ന് എൻ്റെ ഓർമ്മ. ഈ 67 പേരും ഒരുമിച്ച് അവരിവിടെ വന്ന് വചനം ചിന്തിക്കാനും അവര് വചനത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കാനും വരാറുണ്ട്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകുന്ന ആ സന്ദർഭങ്ങളിൽ ആ 67 കുടുംബത്തിനും ദൈവം ചെയ്തിട്ടുള്ള അത്ഭുതങ്ങൾ ഒരിക്കലും നമുക്ക് മറന്നു പോകാൻ പറ്റില്ല. ഇന്ന് നമ്മുടെ ഓർമ്മയിൽ നിന്ന് തന്നെ അത് പോകുന്നില്ല. ഏകദേശം ഇപ്പോ ഒരു 27 വർഷമായി. ഇന്ന് ആ ഭാഗത്ത് നോക്കുമ്പോൾ
ഈ 67 പേരും ഒരുപക്ഷെ ജീവിച്ചിരിപ്പുണ്ട്. അവരുടെ കുടുംബമുണ്ട്. അവരുടെ കമ്പനിയും ഉണ്ട്. ഇനിയിപ്പോൾ അതിലാരെങ്കിലും മരിച്ചു പോയോന്ന് അറിയാൻ പാടില്ല. എന്നാലും എല്ലാവരും ഇപ്പോൾ ഉണ്ട്. മിക്കവാറും ഉണ്ട്. പക്ഷെ അതിൽ ഒരെണ്ണം പോലും ഇന്ന് സത്യദൈവത്തെ ആരാധിക്കുന്നതായിട്ടോ, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതായിട്ടോ, സ്തുതിക്കുന്നതായിട്ടോ, സ്തോത്രം പറയുന്നതായിട്ടോ, കർത്താവിന് വേണ്ടി ജീവിക്കുന്നതായിട്ടോ കാണുന്നില്ല. എന്താണ് അതിന്റെ കാരണം? എന്താണ് അതിന്റെ കാരണം? അതായത് ദൈവം ഒരിക്കലും ഒരു മനുഷ്യന് ചെയ്ത ഉപകാരം മറന്നു പോകാത്ത ഒരു കൂട്ടം ഈ ഭൂമിയിലുണ്ട്. അതാണ് ദൈവം മുൻകണ്ടിട്ടുള്ളവർ. അവർ ദൈവത്തിനുള്ളവരാ. ഒരു മനുഷ്യന് ദൈവം തൻ്റെ ആയുഷ്കാലം മുഴുവനും നന്മ ചെയ്താലും അവൻ്റെ ഓർമ്മയിൽ അത് നിൽക്കില്ല. കുറച്ച് കഴിയുമ്പോൾ അത് മറന്നു പോകും. ഓർമ്മയിൽ നിൽക്കണ്ടേ? കാരണം ദൈവം ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാ? ഈ ദൈവം ചെയ്ത ഉപകാരം ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. അതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അതോർത്ത് ദൈവത്തിന് സ്തോത്രം പറയണം. അത് ഓർത്ത് ദൈവത്തെ ആരാധിക്കണം. നയമാൻ തീരുമാനിച്ചു, ഇനി ഞാൻ യഹോവയ്ക്കല്ലാതെ മറ്റൊരു ദൈവങ്ങൾക്ക് യാഗം കഴിക്കുകയോ ആരാധിക്കുകയോ ചെയ്യില്ല. അതുകൊണ്ട് എനിക്കിവിടെ നിന്ന് കുറച്ച് മണ്ണ് തന്നെ, ഈ ദേശത്ത് നിന്ന്, ഇസ്രായേൽ ദേശത്ത് നിന്ന്, ദൈവം ഭരിക്കുന്ന ജനം വസിക്കുന്ന ഇടമായ ഇസ്രായേൽ ദേശത്ത് നിന്ന് ഒരു അല്പം മണ്ണ് തന്നെ. ഇത് കൊണ്ടുപോയി ഞാൻ എൻ്റെ ദേശത്ത് ആ മണ്ണിൻ്റെ മീതെ വിരിക്കും. ഞങ്ങളുടെ മണ്ണിൻ്റെ മീതെ, അരാമിലെ മണ്ണിൻ്റെ മീതെ, സിറിയയിലെ മണ്ണിൻ്റെ മീതെ വിരിക്കും. അതിനുശേഷം അതിൻ്റെ അടുത്തൊരു യാഗപീഠം പണിയും. ആ യാഗപീഠം ദൈവത്തിനുള്ളതായിരിക്കും, യഹോവയ്ക്കുള്ളതായിരിക്കും. ആയുഷ്കാലം മുഴുവനും, ഇനി ആയുഷ്കാലം മുഴുവനും നയമാന്റെ സ്തുതി ആർക്കാം? യഹോവയ്ക്ക്. മഹത്വം ആർക്കാം? യഹോവയ്ക്ക്. സ്തോത്രം ആർക്കാം? യഹോവയ്ക്ക്. ആരാധന ആർക്കാ? യഹോവയ്ക്ക്. നയമാൻ ജീവിക്കുന്നത് ആർക്കാ? യഹോവയ്ക്ക്. ഇതാണ് ദൈവം. ഈ ലോകത്തിൽ തനിക്കുള്ളവരെ വേർതിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു പ്രവൃത്തി. ഇവിടെ ദൈവത്തിന് മഹത്വവും സ്തുതിയും സ്തോത്രവും ആരാധനയും കിട്ടി. ദൈവം തൃപ്തനായി. ദൈവം തൃപ്തനാവുകയും ആദ്യം നമ്മൾ പറഞ്ഞു, ആരെക്കൊണ്ടെങ്കിലും പ്രേയർ എന്തെങ്കിലും അതിനുവേണ്ടി മാത്രം കൂലി കൊടുത്ത് ചെയ്യിച്ചാൽ അത് ദൈവത്തിന് ഇഷ്ടപ്പെടുന്നില്ല. സ്തുതിക്കുന്നത് നേരുള്ളവനായിരിക്കണം, മഹത്വപ്പെടുത്തുന്ന അനുഭവമുള്ളവനായിരിക്കണം, സ്തോത്രം പറയുന്നത് ഓർമ്മയിൽ നിന്നായിരിക്കണം. നയമാൻ ഇതെല്ലാം ഉണ്ട്. നയമാൻ ഈ കാര്യങ്ങളെല്ലാം സമ്മതിച്ചു. കാരണം നയമാൻ തന്നെ പറയുന്നുണ്ട്, ഇസ്രായേലിലല്ലാതെ വേറെ എങ്ങും ദൈവമില്ല എന്ന് ഇപ്പം ഞാൻ അറിയുന്നു. അപ്പോൾ ദൈവം എന്ന് പറയുന്നത് എല്ലാവരെയും സൃഷ്ടിച്ചവനാണ്, ലോകത്തെ സൃഷ്ടിച്ചവനാണ്, തൻ്റെ സൃഷ്ടിയെ നിലനിർത്തുന്നവനാണ്, തനിക്ക് വേണ്ടത് എല്ലാം തരുന്നവനാണ്. അതായത് നീ കാണുന്ന സകലത്തെയും ആധാരമായിരിക്കുന്നത് ദൈവമാണ്. ആ ആധാരമായിരിക്കുന്ന ദൈവമാണ് യഹോവ എന്ന് ഹൃദയത്തിൽ സമ്മതിച്ച്, ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തപ്പോൾ ആ മഹത്വം ദൈവത്തിന് ഏറ്റവും വിലപ്പെട്ടതായി. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ കാര്യമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് കർത്താവിന് എന്ത് കിട്ടി? മനുഷ്യ ഹൃദയങ്ങളിൽ നിന്ന്, മൃഗങ്ങളിൽ നിന്നല്ല. മൃഗങ്ങൾക്ക് ഇല്ലാത്തതും മനുഷ്യനുള്ളതുമാണ് ദേഹി എന്ന് പറയുന്നത്. മൃഗങ്ങളെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഗ്രഹിക്കുന്നവയാൽ ജീവിക്കുന്നവയാണ്. എന്നാൽ ദേഹി ഉള്ളതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, സ്വന്തമായി ഇച്ഛയുള്ളതാണ്. ഇപ്പോൾ ദൈവം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ട, ഞാൻ അതുവഴി പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞ് സ്വന്തം ഇഷ്ടം പ്രവർത്തിക്കാൻ കഴിവുള്ളവനാണ് മനുഷ്യനെന്ന്. യേശുവിൻ്റെ ജീവിതം നമുക്കറിയാലോ.
കർത്താവെ പിതാവെ കഴിയുമെങ്കിൽ ഈ നാഴിക എന്നിൽ നിന്ന് നീക്കിത്തരണം. പക്ഷേ ദൈവത്തിന്റെ ഹിതം മറ്റൊന്നാ. അതായത് ഈ നാഴികയിൽ കൂടി കടന്നു പോകണമെന്നാ. യേശു പറഞ്ഞു, ശരി പിതാവേ, എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ. അപ്പൊ സ്വന്തമായിട്ട് ഇഷ്ടമുള്ള ഒരു കൂട്ടമാണ് ദേഹിയുള്ള ജീവിതങ്ങൾ എന്നർത്ഥം. മനുഷ്യൻ ആ കൂട്ടത്തിലുള്ളതാ. അപ്പൊ ദേഹി സ്വന്തമായിട്ട് ഇഷ്ടമുള്ള കൂട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പറയുന്ന പോലെ അവനെ അറിഞ്ഞ് വിശ്വസിക്കണം. ഉം, അവനെ നേരുള്ളവൻ സ്തുതിക്കണം. ഉം, അവന്റെ അവന്റെ അത്ഭുത പ്രവൃത്തികൾ അനുഭവിച്ചവൻ മഹത്വപ്പെടുത്തണം. അവൻ ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യണം. ഇങ്ങനെയെല്ലാം വരുമ്പോൾ നയമാന്റെ ഹൃദയത്തിലെ പ്രത്യേകത എന്താ? ഇന്നലെ വരെ നയമാൻ സ്തുതിച്ചെങ്കിൽ ദൈവം അത് അംഗീകരിക്കോ? ഈ എലീശ പ്രവാചകന്റെ അടുക്കൽ വന്ന് ഈ കുഷ്ഠരോഗം സൗഖ്യമാകുന്നതിന് മുമ്പ് ദൈവത്തെ സ്തുതിക്കുക, ദൈവമേ സ്തോത്രം എന്ന് പറഞ്ഞാൽ ദൈവം അംഗീകരിക്കോ? ഇല്ല. കാരണം എന്താ? പുറപ്പെട്ടു വന്ന ഉറവിടം ശരിയല്ല. എന്താ ഉറവിടത്തിലെ തെറ്റ്? ആ ഉറവിടത്തിൽ ദൈവം ആരെന്ന് ഗ്രഹിച്ചിട്ടില്ല. മനുഷ്യൻ ആരെന്ന് ഗ്രഹിച്ചിട്ടില്ല. ദൈവത്തിന്റെ പ്രവൃത്തി എന്തെന്ന് ഗ്രഹിച്ചിട്ടില്ല. ഇതിനെക്കുറിച്ചൊന്നും ദൈവത്തിന്റെ ഒരു മഹിമയെക്കുറിച്ചും ഓർമ്മയുമില്ല. അത് ദൈവം അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്, ഏറ്റവും മഹത്വം കിട്ടേണ്ട ആളെന്ന് പറയുന്നത് ദൈവമാണ്. ആ മഹത്വപ്പെടുത്തേണ്ടത് ദൈവമാരെന്ന് അറിയുന്നവനും അനുഭവിക്കുന്നവനുമാണ്. ദൈവം ആരെന്ന് അറിഞ്ഞ് വിശ്വസിച്ച് അനുഭവിക്കുന്നവനാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. ആ മഹത്വം, സ്തുതിയും സ്തോത്രവും മാത്രമേ ദൈവം അംഗീകരിക്കുന്നുള്ളൂ. ഇനി മറ്റൊന്നും അല്ലാതെ ഇപ്പൊ എങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ലോകം മുഴുവനും ആരാധന നടക്കുക, സ്തുതിയും സ്തോത്രവും നടക്കുക. അവരെന്താ എല്ലാവരും ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ? അവരെല്ലാവരും സ്തുതിയും സ്തോത്രവും ദൈവത്തിന്റെ അടുക്കിലേക്കാണോ പോകുന്നത്? അല്ല. കർത്താവ് ശമര്യക്കാരത്തി സ്ത്രീയോട് പറഞ്ഞതുപോലെ, നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ നമസ്കരിക്കും. അറിയുന്നതിനെ വിശ്വസിക്കണം, അറിയുന്നതിനെ നമസ്കരിക്കണം, അറിയുന്നതിനെ മഹത്വപ്പെടുത്തണം, അറിയുന്നവനെ സ്തോത്രം പറയണം. അങ്ങനെ വരുമ്പോൾ ആ സ്തോത്രം ദൈവം അംഗീകരിക്കുന്നതായി. കാരണം എവിടെ നിന്ന് വരണം? അപ്പോൾ സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന ഹൃദയങ്ങളിൽ നിന്ന് വരണം. സത്യത്തിൽ നിന്ന് വരുന്ന സ്തുതിയും സ്തോത്രവും മഹത്വവും മാത്രമേ ദൈവം അംഗീകരിക്കുന്നുള്ളൂ. കാരണം ദൈവം സത്യമാകും. ദൈവം സത്യമാകുന്നു. ദൈവം മാത്രം സത്യമാകുന്നു. ലോകം മുഴുവനും സത്യമായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ട് ദൈവം സ്തുതിയും സ്തോത്രവും മഹത്വവും ഇഷ്ടപ്പെടുന്നു, ആഗ്രഹിക്കുന്നു. അത് അങ്ങനെ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം കൊണ്ട് സകല പ്രപഞ്ചവും നിറഞ്ഞു വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.